ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എരിവും പുളിയും മധുരമുള്ള ഒരു നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഈ നാരങ്ങ അച്ചാറിൽ ഞാൻ ഡേറ്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്ക് ആൻഡ് സർവിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ നാരങ്ങ ഇഡലിച്ചെമ്പിൽ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇവിടെ ഞാനിത് ചെയ്തിരിക്കുന്നത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ്. ഏകദേശം 2 ദിവസം ഞാനിത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഡേറ്റ്സ് എടുത്ത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞുകൊണ്ട് പിന്നീട് ഒരു പച്ചമുളക് ഞാനിവിടെ എരിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി അതേപോലെ നീളത്തിൽ അരിഞ്ഞത്, പിന്നീട് കുറച്ച് കറിവേപ്പിലയും ആവശ്യമാണ്. ഈ അച്ചാർ ഇടുന്നത് ഞാൻ നല്ലെണ്ണയിലാണ്. അപ്പോൾ ആദ്യം പാനിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു നുള്ള ഉലുവ ഇടാം. ഉലുവ കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നമുക്കത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില അതോടൊപ്പം തന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. ഇനി നല്ല ഇളക്കി നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ്. ഞാൻ ചെറിയൊരു കളറിന് വേണ്ടിയാണ് ഇതിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. മുളക് പൊടി കൂടുതൽ ചേർക്കാത്തതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രഷ്ഡ് മുളകാണ്. ഇത് പിരിയമുളകാണ്. പിരിയമുളകും ഇട്ട് നമുക്ക് ഞാൻ 2 സ്പൂൺ പിരിയമുളക് ഇടുന്നുണ്ട്. അതും ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർക്കാം. ഞാനിവിടെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയ നാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ നാരങ്ങയിലിട്ട് നമുക്കിനി നല്ലപോലെ ഇളക്കി നല്ലപോലെ പരുവപ്പെടുത്തിയെടുക്കാം. കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ചൂടുവെള്ളത്തിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഈ നാരങ്ങ അച്ചാറിന് നല്ല കളർ വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടിക്ക് പകരം ക്രഷ്ഡ് മുളകാണ് യൂസ് ചെയ്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനലിലെ പുതിയ റെസിപ്പികൾ നിങ്ങളിലേക്ക് എത്താൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.